സെലിബ്രിറ്റി കിച്ചൺ മാജിക്. സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൻ്റെ കേക്ക് റൗണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 വ്യത്യസ്തമായ കേക്കിൻ്റെ തയ്യാറെടുപ്പുകളും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇത്തരം കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേക്ക് റൗണ്ട് തീർന്നിട്ടില്ല. ഇനിയും മത്സരാർത്ഥികൾ ബാക്കിയുണ്ട്. എങ്ങനെയാണ് അവരുടെ വ്യത്യസ്തമായ കേക്കുകൾ തയ്യാറാക്കുന്നതെന്ന് കാണുക, ആസ്വദിക്കുക. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൻ്റെക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്, ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് കേക്കാണ്. ഞാനും കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. കേക്ക് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, എൻ്റെ വീട്ടിലിഷ്ടമുള്ള, എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഇഷ്ടമുള്ള, എൻ്റെ ഫ്രണ്ട്സിന് ഇഷ്ടമുള്ള, കൂടുതലും പ്രേക്ഷകർക്കും എല്ലാവർക്കും യങ്സ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബ്ലാക്ക് ഫോറസ്റ്റാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഭംഗിക്ക് ഉണ്ടാക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തുടങ്ങുകയാണ്. അതിനുവേണ്ടിയുള്ള സാധനങ്ങൾ ആദ്യം എന്തൊക്കെയാണെന്ന് പറയാം. മൈദ, ബേക്കിംഗ് പൗഡർ വേണം, കൊക്കോ പൗഡർ വേണം, ഷുഗർ വേണം, കുക്കിംഗ് സോഡ കുറച്ച് വേണം, ഐസിങ് ഷുഗർ, മുട്ട, പാല്, പിന്നെ ഇത് സിറപ്പാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 1 സ്പൂൺ എടുത്ത് നല്ല ഡ്രൈ ആയിട്ട് വെച്ചേക്കണം. നമുക്ക് ലാസ്റ്റ് നമുക്ക് ഉപകരിക്കും. നമുക്ക് ആദ്യം അത് തന്നെ ചെയ്യാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആദ്യം എടുത്തിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം എടുത്ത് തിളപ്പിക്കാം. നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര കുക്കിങ്ങുകളാണ്. എല്ലാവരും ഭയങ്കര കേക്കെന്ന് പറയുമ്പോൾ ഇവിടെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ 8 കളിയാണ്. മിക്കവാറും എല്ലാവരും ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷേ എല്ലാത്തിനും ഭയങ്കര ചേഞ്ചസ് ഉണ്ടാകും. ഞാൻ ഉണ്ടാക്കുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരിക്കില്ല വേറൊരാൾ ഉണ്ടാക്കുന്നത്. വേറൊരാൾ ഉണ്ടാക്കുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് വേറൊരാൾ ഉണ്ടാക്കുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരിക്കില്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഇതൊന്നും ആയിരിക്കില്ല കടയിൽ കിട്ടുന്നത്. അതിൽ കുറേ ടേസ്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ അതിൽ നല്ല ടേസ്റ്റ് ഞങ്ങളുടേതായിരിക്കും. നിങ്ങൾക്ക് വല്ല മനസ്സിലാവും, എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താവുമെന്നും എനിക്കും അറിയില്ല. നോക്കാം. അപ്പോൾ ആദ്യം തന്നെ 3 മുട്ട, നോട്ട് ദ പോയിന്റ്, 3 മുട്ട. ഇനി മുട്ട വീണ്ടും ആവശ്യമെന്ന് എനിക്ക് തോന്നി ഞാൻ വീണ്ടും ഇടും. ഇപ്പം തൽക്കാലം 3 മുട്ട. 1, 2, 3, 1 മുട്ട കൂടി എടുക്കും ഞാൻ. 4. ഇനിയും അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പണ്ട് ഇവിടെ എല്ലാം ഉണ്ടാക്കിയതിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളങ്ങനെ സാധാരണ ചെയ്യുക. മറ്റേ കറക്റ്റ് എല്ലാം 1.5 സ്പൂൺ ഇട്ട് അങ്ങനെ എല്ലാം നമുക്കറിയാം. ഒരുവിധം ഇങ്ങനെയൊക്കെ വേണം. വലിയ വർഷങ്ങളായി പരിചയസമ്പന്നരായിട്ടുള്ള കുക്കിംഗ് അറിയാവുന്ന ആൾക്കാർ ചെയ്യുന്ന പോലെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. ചിലപ്പോൾ ജീറ്റിപ്പോവും, ചിലപ്പോൾ നന്നാവും. അപ്പോൾ 1, 2, മധുരം ഒട്ടും കുറയ്ക്കണ്ട, 3, 4, 5 ഇരിക്കണം. എന്നിട്ട് നമുക്ക് തെറിക്കും എന്തോ പേടി. ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയായിരുന്നു. നേരത്തെ ചെറിയ പാത്രത്തിൽ എടുത്തപ്പോൾ എൻ്റെ ദേഹത്ത് തെറിച്ചു. നമുക്കൊരു കാര്യം, ഒരെണ്ണം തൽക്കാലം ഊരാം. എന്തിനോ വേണ്ടി കറങ്ങുന്ന മുട്ട. ഇനി ശേഷം നമ്മളിതിനകത്ത് എന്താ ചേർക്കുക ഞാൻ മറന്നുപോയില്ല. പാല്, വളരെ കുറച്ച് പാൽ, ഒരുപാട് വേണ്ട, ഇച്ചിരി. പാല് ചേർത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചേർക്കും? കുറച്ച് ആർക്കാർ പറ്റിക്കാൻ വേണ്ടിയിട്ട്
ഒരിച്ചിരി വാനില എസൻസ്. ഒരിക്കലും ഞാൻ പറഞ്ഞത് ഒരുപാട് പറഞ്ഞു തരില്ല, ഭയങ്കര ഡിമാൻഡാണ് ഞാൻ. മൈദ, ഇതിനകത്തേക്ക് ഒരുപക്ഷെ ഇങ്ങനെ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കുന്ന ഒരാൾ ഞാൻ മാത്രമായിരിക്കും. ഞാൻ സാധാരണ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് എല്ലാവരും ചെയ്യാറ്. പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പുതിയൊരു രീതിയിലാണ് ഞാനിത് ആവിഷ്കരിക്കുന്നത്. ഇനിയും നമ്മൾ കൊക്കോ പൗഡർ, ഇവരെല്ലാവരോടും ഒന്ന് നോക്കി നിൽക്കുമോ? എനിക്കൊന്നും വരുന്നില്ല. കൊക്കോ പൗഡർ നോക്ക്, നിങ്ങൾ നോക്ക്, നിങ്ങളത് നോക്ക്. ഞാൻ എങ്ങനെ ഇന്ന് 1 2 3 4 പേര്, എനിക്കാവുന്നില്ല. എനിക്കറിയില്ലായിരുന്നു ഇവരെല്ലാവരും വലിയ കുക്കാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നില്ല ഞാൻ. കൊക്കോ പൗഡർ മിക്സ് ചെയ്തു. തന്നെ കറങ്ങും കേട്ടോ, ഒന്നും ചെയ്ത് കൊടുക്കണ്ടായിരുന്നില്ല. വളരെ മോഡേണായിട്ടുള്ള പ്രത്യേകതരമായിട്ട് എനിക്ക് വേണ്ടി ഇവിടെ പറഞ്ഞുണ്ടാക്കിയ സാർ കേട്ടോ, തന്നെ കറങ്ങുന്നു. എന്തിനു വേണ്ടി കറങ്ങുന്നു? ഇത് നന്നായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് അത് ഇങ്ങനെ അങ്ങ് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഇതാവുള്ളൂ. ഈ കൊക്കോ പൗഡർ കുറച്ചുകൂടി ഇടണമെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ആക്ച്വലി ആ ബേക്കിംഗ് പൗഡർ ഇടേണ്ട സമയമായിരുന്നു. കൊക്കോ പൗഡർ കഴിഞ്ഞിട്ടായിരുന്നു ബേക്കിംഗ് പൗഡർ ഇടേണ്ടത്. അതെന്നെ എൻ്റെ കൈകൾക്ക് പോലും അറിയാം എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഞാൻ ഇടണം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോഫി കുറച്ച് ഒരു കുറച്ച് സോഡാപ്പൊടി, ഒരുപാടല്ല, ഒരു ഇച്ചിരി. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതൊന്ന് പ്രീ ഹീറ്റിലിട്ടേക്കാം. 10 മിനിറ്റ് മതി തൽക്കാലത്തേക്ക്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഐസിങ് ഷുഗർ ആഡ് ചെയ്യണേ. എന്തിരുന്നല്ലേ ചോക്ലേറ്റ് പണ്ട് സ്കൂളിലൊക്കെ. ഇതിൻ്റെ വലിയൊരു പ്രശ്നം കേട്ടോ. നമുക്ക് വീട്ടിൽ നമ്മൾ അങ്ങനെ ഇതൊന്നും ഉപയോഗിച്ച് ശീലമില്ലല്ലോ. ഇവിടെ വരുമ്പോൾ ഇങ്ങനെയല്ലല്ലോ, നമ്മൾ മറ്റേ സാധനം വെച്ചിട്ടല്ലേ ചെയ്യുക. ഇതിൻ്റെ ഒന്നും വലിയ ജോലികൾ ചെയ്യേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും ശരിയാകത്തില്ല, ദേഷ്യം വരും ചില സമയത്ത്. വാട്ട് ഈസ് ദിസ്?
സംഗതി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ എല്ലാം ചേർത്തല്ലോ അല്ലേ. എന്താ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുകയെന്നറിയോ? കൊക്കോ പൗഡർ, ബേക്കിംഗ് സോഡ, സാധാരണ നമ്മുടെ ബേക്കിംഗ് പൗഡർ, പിന്നെ ഐസ് ഷുഗർ, മുട്ട, പാല്, വാനില എസൻസ്, ഇതെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾ ഓയിലോ, അപ്പോൾ ഈ ഗോൾഡ് വിന്നറിൻ്റെ ഓയിൽ അതൊഴിച്ചാലും മതി. വെജ് ഓയിൽ കിട്ടും, അതാണെങ്കിലും കുഴപ്പമില്ല. ഇതാ കുറച്ച് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒഴിച്ചു. എന്നിട്ട് ഈ ഓയിലങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് ഒന്ന് ഫുൾ എല്ലായിടും അതൊന്ന് സ്പ്രെഡ് ചെയ്യിപ്പിക്കുക. എല്ലായിടത്തും മാക്സിമം സ്പ്രെഡ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. ഇത് നമ്മൾ എപ്പോൾ ബേക്ക് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ തന്നെ ഒരു 10 to 20 മിനിറ്റ്സ് 20 to 30 മിനിറ്റ്സ് അത് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് അടിച്ചിട്ട് അതിനകത്തോട്ട് വയ്ക്കാം. ഒഴിക്കുകയാണ്.